ഒരുപക്ഷെ UDF ക്യാമ്പുകളെ പോലും ഞെട്ടിച്ച ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ UDF തരംഗത്തിന് പിന്നിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. പലപ്പോഴും ഇടതുപക്ഷ സിദ്ധാന്തങ്ങൾ പറയുന്നത് പോലെ ആരൊക്കെയാണ് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും നിന്നുകൊണ്ട് വാൾ വീശിയപ്പോൾ ഏതൊക്കെ ഘടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ തരംഗത്തിന് അനുകൂലമായി മാറിയത് എന്നുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ ഉറ്റുനോക്കുകയാണ്. ജാതി സമവാക്യങ്ങളാണോ, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണോ, ഭരണപക്ഷ വിരുദ്ധതയാണോ, പിണറായി വിരുദ്ധതയാണോ, അതോ ജനങ്ങൾക്ക് വികസനത്തോടുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളാണോ, ഏത് ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായത് എന്നുള്ളത് ഇവിടെ വിശകലനത്തിന് വിധേയമാക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ജനങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫലം അതാണ് സൂചന നൽകുന്നത്. ജനങ്ങളോടുള്ള കാഴ്ചപ്പാട് ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തിരുത്തണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന് മനസ്സിലാക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രമേ ഈ മണ്ണിൽ ഇടമുള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് വിധിയാണ് ഈ വിധി. 2, ജനങ്ങളുടെ സംസ്കാരത്തിനും വിശ്വാസങ്ങൾക്കും പ്രത്യേകമായ അത് അവരുടെ വിശ്വാസമാണെന്നും അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ചില പ്രത്യേകതകളാണെന്നും അവിടെ ജാതിക്കും മതത്തിനും അതീതമായി മതകാര്യങ്ങളിൽ അതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിൽ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു ഭരണകൂടം ഇടപെടുന്നതിന് ഒരുപക്ഷെ ഏറ്റവും വലിയ സെക്കുലറിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്കുലറിസത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഡോക്ടർ രാജീവ് ഭാർഗവ പറഞ്ഞതുപോലെ ഒരു പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ്, അതായത് തത്വാധിഷ്ഠിതമായ ഒരു അകലം ഒരു രാഷ്ട്രീയ പാർട്ടി മതപരമായ കാര്യങ്ങൾ പുലർത്തേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വിളിച്ച് അറിയിക്കുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷം ശബരിമല വിഷയത്തിൽ പുലർത്തിയിട്ടുള്ള സമീപനങ്ങളും അതുപോലെ തന്നെ മൃദു സമീപനങ്ങൾ, വിമർശിക്കേണ്ടടുത്ത് മൗനം പാലിച്ച ഇടതുപക്ഷത്തിന് കിട്ടിയ കനത്ത തിരിച്ചടിയുമാണ് ഈ തെരഞ്ഞെടുപ്പ്. മോദി ഭക്തരായി മാറിയ പല ഇടതുപക്ഷ നേതാക്കന്മാരും അത് അങ്ങനെ പറയുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിണറായിയെ സംബന്ധിച്ചിടത്തോളം പേരെടുത്ത് മോദിയെ വിമർശിക്കുവാൻ പോലും ഇടതുപക്ഷത്തെ പിണറായിക്കായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത് ഈ ആരോപണം ഇടതുപക്ഷത്തിനെതിരെ ശക്തമായി നിലനിൽക്കുന്നു, പ്രത്യേകിച്ച് CPM-നെതിരെ ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിരുദ്ധതയും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഘടകമായി എന്നുള്ളത് പിണറായിക്ക് അവരുടെ സ്വന്തം മണ്ഡലത്തിൽ തിരിച്ചടി നേരിടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ എന്താണ് എന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളോടുള്ള സമീപനങ്ങളിൽ ഒരു യജമാനന്മാരല്ല രാഷ്ട്രീയ നേതൃത്വം, ജനങ്ങളാണ് യജമാനന്മാരെന്നും അവരെ ഭയഭക്തി ബഹുമാനത്തോടെ പരിഗണിക്കേണ്ടതുണ്ടെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് തങ്ങളെന്നും മനസ്സിലാക്കേണ്ടുന്ന സമയം ഇടതുപക്ഷത്തെ ചില പ്രത്യേകിച്ച് CPM-ന് അതിക്രമിച്ചിട്ടുണ്ട്. അവർ മനസ്സിലാക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം സ്വാഭാവികമായും UDF ഉയർത്തിവിട്ട വളരെ വലിയ ഒരു ആരോപണമാണ് ഇടതുപക്ഷവും BJP-യോട് ചില സ്ഥലങ്ങളിൽ മൃദു സമീപനം പാലിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നടങ്കം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു കാര്യം, ശക്തമായ വോട്ടിങ്ങിലൂടെ പല വിഭാഗങ്ങളും വ്യക്തമായ സൂചന നൽകിയതാണ്. UDF-ന് അത് അനുകൂലമായി മാറിയേക്കാമെന്ന് വിവിധ നിരീക്ഷണങ്ങളിൽ ഉണ്ടായതുമാണ്. ഒരുപക്ഷെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഒരു 75-85 സീറ്റുകൾക്കുള്ളിൽ UDF വരാം. പക്ഷേ തരംഗമുണ്ടായാൽ 90 കടക്കും. അത് 100 കടന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം ശക്തമായൊരു തരംഗം എന്നാൽ ഈ ജലവും തീയും പോലെയാണ് തെരഞ്ഞെടുപ്പിലെ തരംഗം എന്ന് പറയുന്നത്. അതിൻ്റെ ആഴം എത്രയെന്ന് പഠിക്കുവാൻ അല്ലെങ്കിൽ അത്രത്തോളം സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് തീർച്ചയായും ഞാൻ പലപ്പോഴും അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പറയുന്നു, പലപ്പോഴും പറയത്തില്ലേ തെരഞ്ഞെടുപ്പ് സർവേകളൊക്കെ തെറ്റിപ്പോകും. അങ്ങനെയല്ല, അത് പഠിക്കാൻ പറ്റും. ശാസ്ത്രീയമായി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊക്കെ അത്രത്തോളം സന്നാഹങ്ങളും പൈസയും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ചെറിയ പൈസയിൽ തട്ടിക്കൂട്ട് സർവേകൾ നടത്തുന്നതാണ് പല മാധ്യമങ്ങളും ചെയ്യുന്നത്. അതിനെതിരെയുള്ള ഒരു സൂചന കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ശാസ്ത്രീയമായി പഠിക്കുന്ന വിഷയത്തെ നശിപ്പിക്കുക കൂടിയാണ്. പഠിച്ചാൽ
കൃത്യമായ ഫലസൂചനകൾ കിട്ടും. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തരംഗത്തിനുള്ള ഒന്നാമത്തെ ഘടകം ഞാൻ പറഞ്ഞു, അത് ഇടതുപക്ഷവും BJPയോട് പുലർത്തിയുള്ള മൃദു സമീപനങ്ങൾ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നടങ്കം UDFിലേക്ക് മാറുന്നതിന് കാരണമായിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തത്വാധിഷ്ഠിതമായ അകലം മതകാര്യങ്ങളിൽ പുലർത്തേണ്ടുന്ന രാഷ്ട്രീയ കക്ഷികൾ അമിതമായി ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിച്ചു നോക്കൂ. BJP പോലും ശബരിമല വിഷയം ഒരുപക്ഷെ കോൺഗ്രസ് ഉയർത്തിയതുപോലെ ഉയർത്തിയില്ല എന്നുള്ളതാണ്. അപ്പൊ തത്വാധിഷ്ഠിതമായ അകലം പാലിക്കേണ്ടുന്ന ഭരണവർഗം അനാവശ്യമായി ഇടപെടലുകൾ നടത്തുകയും വാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് ആ മതവിഭാഗത്തിലുള്ളവരെയും തങ്ങൾക്ക് കുറെ പേരെങ്കിലും എതിരാക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആ വോട്ടുകളൊന്നും അതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാൻ, അതുപോലെ പോക്കറ്റിലാക്കുവാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ അന്തിമ ചിത്രം വരുമ്പോൾ അവരുടെ വോട്ടിംഗ് ശതമാനം എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. മൂന്നാമത് രാഷ്ട്രീയ നേതൃത്വം നൽകുന്ന വിശ്വാസ്യതയാണ്. പലപ്പോഴും UDF എന്ന് പറയുന്നത് ഒരു കപ്പൽ ചുഴിയിൽ അകപ്പെട്ട് ഉഴലുന്നത് പോലെ VD സതീശനും സംഘവും പലപ്പോഴും ഇങ്ങനെ ജനങ്ങളുടെ വിമർശനങ്ങൾക്കും പാർട്ടി വിമർശനങ്ങൾക്കും ഒക്കെ നിലകൊണ്ടിരുന്ന സമയത്ത് ശക്തമായി ഒരിഞ്ച് പിന്നോട്ട് പോകാതെ ശക്തമായി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ഊട്ടി ഉറപ്പിക്കുന്നതിനും അത് വ്യക്തിപരമായി VD സതീശനും UDFനും ഒന്നടങ്കവും ഗുണം ചെയ്തു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ക്രെഡിബിലിറ്റി, ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ക്രെഡിബിലിറ്റി അഥവാ വിശ്വാസ്യതയ്ക്ക് ജനങ്ങൾ നൽകിയ വോട്ടാണ് ഈ വോട്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പലപ്പോഴും ജാതി മത കക്ഷികളെ കുറിച്ച് ഹിന്ദു വിഭാഗങ്ങളിലെ പല ജാതി സംഘടനകളും ഉയർത്തുന്ന ചില ആരോപണങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ കേഡർ പ്രസ്ഥാനം പോലെയുള്ള പ്രസ്ഥാനം അല്ല ഒരു ഹിന്ദു വിഭാഗം എന്ന് പറയുന്നത്. അവിടെ ഈ വോട്ടുകളെ അത് SNDP ഉപയോഗിച്ചോ NSSനെ ഉപയോഗിച്ചോ പാട്ടിലാക്കാമെന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ വിഭാഗങ്ങളൊന്നും അങ്ങനെയല്ല വോട്ട് ചെയ്യുന്നതെന്ന് ഈ സമയത്തെങ്കിലും പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്നാൽ വ്യത്യസ്തതയുണ്ട്. തീർച്ചയായിട്ടും മുസ്ലിം വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അക്കാര്യത്തിൽ ഒരു കേഡർ സ്വഭാവം, മതപരമായ കാര്യങ്ങളിൽ പുലർന്ന ഒരു ആ മതത്തിന്റെ പ്രത്യേകതയാണത്. ഒരുപക്ഷെ UDFന്റെ അടിയുറച്ച കോട്ടയാണ് പലപ്പോഴും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഏകീകരണം വന്നിട്ടുള്ള വോട്ടുകൾ UDFന് ഗുണം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ജാതിമത സമവാക്യങ്ങളൊക്കെ മാറുന്നത് എടുക്കുന്ന നിലപാടുകളിലാണ്, രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളിലാണ്. അവർ എന്തൊക്കെ ആശയം പ്രസംഗിച്ചാലും, അവരെന്ത് കാര്യം ചെയ്യുന്നു എന്ന് ജനങ്ങൾ, അവരെന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തനം നടത്തിയാലും അതൊക്കെ ആളുകൾ കാണുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ശേഷിയുള്ള ജനതയാണ് കേരളത്തിലെ ജനത എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ VD സതീശനും ഒരു പിണറായി എന്ന് പറയുന്ന നേതാവിനേക്കാൾ വലിയ ധാർഷ്ട്യം പുലർത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് വളരെ കിട്ടിയ ഈ വോട്ടിന്റെ അഹന്തയിൽ ഇനി പ്രവർത്തിക്കുവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതേ അടുത്ത വർഷം ഇതേ സമയം നമ്മൾ ചർച്ചകൾക്ക് ആയി വരുമ്പോൾ VD സതീശന്റെ നിലയും ഒരുപക്ഷെ ഇപ്പോൾ പിണറായിക്ക് സംഭവിക്കുന്ന നിലയേക്കാൾ ഭീകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ഇതൊരു സൂചനയാണ്. ഈ സൂചനയിൽ ജനങ്ങളാണ് തങ്ങളുടെ യജമാനന്മാരെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭംഗിയായുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ ഒരുപക്ഷെ കോൺഗ്രസിന് ശക്തമായി തിരിച്ചു വരാൻ കഴിയുന്ന ഒരു അവസരമാണ് ഇത്. മാത്രമല്ല, കേന്ദ്രത്തിൽ മോദി മുന്നണി ഭരണം നടത്തുമ്പോൾ സ്വാഭാവികമായും അവർക്കിവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരുപക്ഷെ BJPയുമായി നല്ലൊരു സമവായത്തിൽ നല്ലൊരു ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഒരു ഭരണം കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും UDFന് കഴിഞ്ഞാൽ അതൊരു പക്ഷേ UDFന് വലിയ നേട്ടമായി മാറും എന്നുള്ളതാണ്. ഇപ്പം ജനങ്ങൾ ഈ കെട്ടുറപ്പിനേക്കാൾ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്, കുറച്ച് ജനാധിപത്യം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അഴിമതി എന്നുള്ളതിനേക്കാൾ ഒരുപക്ഷെ അവർ കരുതുന്നത് ജനാധിപത്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുള്ള പടലക്കിണക്കങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളും ഒക്കെ ഇതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു ജനതയാണ് കേരളത്തിലെ ജനത. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമായേക്കാവുന്ന ഘടകങ്ങൾ, തരംഗത്തിന് പിന്നിലെ ഘടകങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. തീർച്ചയായും അത് BJPയോട് പുലർത്തിയ ഇടതുപക്ഷത്തിന്റെ മൃദു സമീപനം, ഭരണവിരുദ്ധ തരംഗം, പിണറായി വിരുദ്ധത, മൈനോറിറ്റി വോട്ടുകൾ ഒന്നടങ്കം UDFിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടത്, ഇടതുപക്ഷത്ത് നിന്ന് തന്നെ കുറെ വോട്ടുകൾ BJPയുടെ പക്കലേക്കും UDFന്റെ പക്കലേക്കും അവരുടെ മാസ് ബേസിൽ നിന്ന് ചോർന്നു പോയത്,
ഭരണ നേതൃത്വത്തിന്റെ ധാർഷ്ട്യം എന്ന് പറയുന്നത്, കുറെ മന്ത്രിമാർ പുലർത്തിയ ധാർഷ്ട്യം എന്ന് പറയുന്നത്, എടുത്തിട്ടുള്ള സമീപനങ്ങളിൽ യഥാർത്ഥ പ്രശ്നങ്ങളിൽ വരുന്നതിനേക്കാൾ ഇപ്പൊ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയൊക്കെ നടത്തിയിട്ടുള്ള നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. ഞാനത് വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരുപക്ഷെ ശരിയാണെങ്കിൽ കൂടിയും അതിലൊന്നും ക്രെഡിബിലിറ്റി പല കാര്യങ്ങളിലും കൊണ്ടുവരുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ജനങ്ങളുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത തകർക്കുന്ന തീരുമാനങ്ങൾ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനം കൊണ്ട് മറികടക്കാനാവില്ല എന്ന് ഈ അവസാന സമയത്ത് പറയേണ്ടി വരുന്നു. തരംഗത്തിന് പിന്നിൽ ഈ ഘടകങ്ങളൊക്കെയാണ്. ഏറ്റവും വലിയ ഉഷ്ണതരംഗത്തിൽ കേരളത്തിൽ പെട്ടുഴലുന്ന എല്ലാ വിഭാഗം രാഷ്ട്രീയ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം UDFന് ഏറ്റവും വലിയ ഒരു വേനൽ മഴയാണ് ഈ കിട്ടിയ തെരഞ്ഞെടുപ്പിന്റെ വിജയമെന്ന് പറയാതിരിക്കുവാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ക്രെഡിബിലിറ്റി ഉയർത്തിയ, വളരെ വലിയ ഭൂരിപക്ഷത്തിലെത്തിക്കിയ അതിലേക്ക് എത്തിയ VD സതീശനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ കസേര ഒരുപക്ഷെ കുറെ കൂടി ആഴത്തിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ഇനി ഇതിനെ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുകയാണ്. എന്തൊക്കെ ഇടതുപക്ഷം എപ്പോഴും പറയുന്നതാണ്, താങ്കൾ പാഠം പഠിക്കും, തെരഞ്ഞെടുപ്പിലെല്ലാം പാഠം പഠിക്കും, പക്ഷെ അതൊക്കെ എത്രത്തോളം ആ പാഠം പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ്. പണ്ട് പോലെ അല്ല, ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന സമയങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി വേണ്ടത് പൊളിച്ചെഴുത്തലുകളും മാറ്റങ്ങളും ജനങ്ങളോടുള്ള കാഴ്ചപ്പാടുകളുള്ള സമീപനങ്ങളും വിദ്വേഷത്തോടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വിട്ടുനിൽക്കലും ഒക്കെയാണ്. അത് BJP തുടർന്നാലും കോൺഗ്രസ് തുടർന്നാലും ഫലം ഇതാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ്.